മോർണിംഗ്. എന്ത് പറയണ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സാറ്റർഡേ ആണ്. രാവിലെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ബാക്കിൽ കണ്ടില്ലേ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കണം, ഹാർവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ എനിക്ക് ഇടയ്ക്ക് ഒന്ന് പോകേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ മൺഡേ ഞാൻ തിരിച്ചെത്തിയതേ ഉള്ളൂ. കഴിഞ്ഞ തിങ്കളാഴ്ച തിരിച്ചെത്തിയതേ ഉള്ളൂ. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ലോങ് സ്കേർട്ടില്ലേ, ഈ സാധനം ശരിക്കും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് 250 രൂപയായിട്ടുള്ളൂ. നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കംഫർട്ടബിളാണ്, ആ മെറ്റീരിയൽ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ എൻ്റെ ഗാർഡൻ അപ്ഡേറ്റ് ഒന്ന് ചെയ്യാം. അവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ വളർന്നത് അതെല്ലാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുന്തിരിയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഇത് ഈ വർഷം ഞങ്ങൾ ഉണ്ടാക്കിയ ട്രെല്ലിസാണ്. കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ ട്രെല്ലിസ് ഉണ്ടാക്കിയപ്പോൾ ഒരു സിംഗിൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലെ ട്രെല്ലിസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് ഇനഫ് ആയിരുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തവണ ഇതുപോലെ തന്നെ ഒരു റൗണ്ടായിട്ട്, ഫുൾ റൗണ്ടല്ല, ഒരു ഹാഫ് സർക്കിൾ ട്രെല്ലിസ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇത് വേറെ ഫെൻസിലേക്കൊന്നും ഇങ്ങനെ പടർന്നങ്ങ് പോകുന്നില്ല. കറക്റ്റായിട്ട് നമ്മൾ ഈ ട്രെല്ലിസിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും മുന്തിരി ഇത് ഫുൾ അതിനകത്ത് തന്നെ എന്താ പറയുക, ചുറ്റി കയറുന്നുണ്ട്. അപ്പോൾ അത് മുന്തിരി ഇപ്പോൾ അത്യാവശ്യം എന്താ പറയുക, അതിൻ്റെ ഫുൾ അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് റൈപ്പ് ചെയ്യുന്ന സമയമാണ് കേട്ടോ. അപ്പം ഞാൻ അത് റെഡായി വരുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. പിന്നെ നമുക്കുള്ളത് വെണ്ടയാണ്. വെണ്ട പതുക്കെ ഇങ്ങനെ എന്താ പറയുക, കുറച്ചിങ്ങനെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം മഴ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ചെടികളെല്ലാം നന്നായി പിടിക്കും കേട്ടോ. പിന്നെ എനിക്ക് കാച്ചിലുണ്ട്, മിൻറ്റുണ്ട്, പിന്നെ ഇത് കണ്ടോ, കുക്കുംബറുണ്ട്. കുക്കുംബറൊക്കെ എന്താ അറിയില്ല, ഒരു ഫുൾ ഫ്ലഡ്ജിലങ്ങ് വരുന്നില്ല, പക്ഷേ എങ്കിലും ചെറുതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ തുളസിയുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ്, ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഗാർഡൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ പീസാണ് കേട്ടോ. മറ്റേ ലോങ് ബീൻസ് ഉണ്ടല്ലോ, നമ്മൾ പറയില്ലേ നീളൻ പയറില്ലേ, അച്ചിങ്ങ പയറെന്ന് ഞങ്ങൾ പറയും. അപ്പോൾ ഈ സാധനമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് വെച്ചാൽ മതി എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ വീണ്ടും എൻ്റെ കയ്യിൽ സീഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനങ്ങനെ കുറച്ചേറെ നന്നായി പ്ലാന്റ് ചെയ്തു. ഇപ്പം തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ബ്രോക്കളി അവിടെ ഉണ്ട് സൈഡിൽ. ബ്രോക്കളി ഹാർവെസ്റ്റ് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചില്ലി ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്. ടൊമാറ്റോയൊക്കെ നന്നായി റൈപ്പായിട്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന് തന്നെ അതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യണം. കാര്യം കഴിഞ്ഞ 2 ആഴ്ച ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാനിവിടെ ഇല്ലായിരുന്നതുകൊണ്ട്. ഏട്ടൻ ശരിക്കും എല്ലാത്തിനും നന്നായി ടേക്ക് കെയർ ചെയ്തു, പക്ഷേ ഏട്ടൻ ഒന്നും അങ്ങ് ഹാർവെസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കെല്ലാം ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യണം. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ബനാന പെപ്പർ ഉണ്ട്. പിന്നെ ചെറിയ ടൊമാറ്റോസ് പലതുണ്ട് കേട്ടോ. റെഡും ഉണ്ട്, യെല്ലോ ഉണ്ട്. യെല്ലോ ശരിക്കും നല്ലതാണ് കേട്ടോ ചെറിയ ടൊമാറ്റോ. ബിക്കോസ് യെല്ലോ ഭയങ്കര സ്വീറ്റാണ്, ഒട്ടും പുളിയില്ല. പിന്നെ ഇതെൻ്റെ മേട്ടിലാണ്. മേട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പം നമ്മളൊരു വീട്ടിൽ മേട്ടിലുണ്ടെങ്കിലും അത് ഒരു കണ്ണിന് കുളിർമയേകുന്ന ഒരു ചെടിയാണ്. കാര്യം വെച്ചാൽ അത്രയേറെ ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏട്ടനും ഇച്ചിരി പ്ലാന്റ്സിൻ്റെ പുറകെയാണ്. ഇന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താ പറയുക. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടെ. നോക്ക്, അതിൻ്റെ ഇടയിൽ എന്താ നോക്കണേ, നമ്മുടെ കറിവേപ്പാണ്. കറിവേപ്പ് അതെനിക്ക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു സ്റ്റെമ്മ് വെറുതെ കുത്തിവെച്ച് അതിലിപ്പോൾ ലീഫ് ഉണ്ടാവാൻ തുടങ്ങി. കാര്യം എന്താ വെച്ചാൽ എൻ്റെ കയ്യിലെ കറിവേപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇലയുള്ളതാണ്. എനിക്ക് ശരിക്കും ചെറിയ ഇലയുള്ള നാട്ടിലെ കറിവേപ്പില്ലേ, അതൊന്ന് വളർത്തണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ പതുക്കെ ഹാർവെസ്റ്റും പരിപാടികളൊക്കെ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബീൻസ് കിട്ടിയിട്ട് വേണം എനിക്ക് ഈ ആഴ്ചത്തേക്കുള്ള മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, വീക്കെൻഡിൽ നമ്മൾ ഗാർഡൻ്റെ പരിപാടികളും ഒക്കെ കൂടി ആയിട്ട് ഒരു ബിസി വീക്കെൻഡാണ്.
പിന്നെ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ അത്ര വറീഡല്ല. കാര്യം വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസമുണ്ട്, 3 ദിവസം അവധിയുണ്ട്. അപ്പോൾ 3 ദിവസം കൊണ്ട് എല്ലാ പരിപാടികളും തീർക്കാൻ പറ്റും. എസ്പെഷ്യലി നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതുകൊണ്ട് കുറേ അൺപാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ മൈ വീഡിയോസ് കേട്ടോ. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ബൈ.